ഹായ് ഹലോ നമ്മുടെ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പട്ടണക്കാവ് മൊയ്തീൻ ഖാൻ്റെ അടുത്താണ് കേട്ടോ PVS ഗാർഡനിൽ. ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായി വീട്ടിൽ തന്നെ ഒരു ഫാം നേഴ്സറി സെറ്റപ്പിൽ ചെയ്തിട്ടുള്ള ഒരു ഗാർഡൻ കൂടിയാണിത്. ഒരുപാട് എക്സോട്ടിക്, ഏതാണ്ട് 400-ലധികം എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഇവിടെ ചെയ്തു പോരുന്നുണ്ട് കേട്ടോ. മുമ്പും നമ്മൾ ഒരുപാട് വീഡിയോസ് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തൊട്ട് ബാക്കിലൊക്കെ പേരയ്ക്ക കാണാം, ഇവിടുത്തെ റംബൂട്ടാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫ്രൂട്ടോട് കൂടെയുള്ള പ്ലാന്റുകൾ നമുക്ക് ഇവിടുന്ന് കണ്ടിട്ടും കഴിച്ചിട്ടും നമുക്ക് പ്ലാന്റുകൾ സെലക്ട് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന ഒരു നേഴ്സറി കൂടിയാണ് കേട്ടോ. കൊറിയറും കാര്യങ്ങളൊന്നും ഇവരിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തൈകൾ വാങ്ങുക. അതുകൊണ്ട് തന്നെ കൊറിയറും കാര്യങ്ങളും ഇവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഡയറക്റ്റായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മൊയ്തീൻ പടിഞ്ഞാറേ വളപ്പിൽ. ഞങ്ങളെ ഫാം മലപ്പുറം ജില്ലയിൽ തിരുനാവായ അടുത്ത് പട്ടണക്കാവുന്ന സ്ഥലത്താണ്. ഞങ്ങളിവിടെ 400ഓളം വെറൈറ്റി ഫ്രൂട്ട്സ് നമ്മൾ അതിൻ്റെ തൈകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള, അതായത് ഇവിടെ കായ്ക്കുന്ന ഫ്രൂട്ട്സുകൾ മാത്രം ഞങ്ങൾ തൈകൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ വരുന്നവിടൊക്കെ കൊടുക്കുന്നുള്ളൂ. കാര്യമായിട്ട് പറയാനുള്ളത്, പ്രത്യേക കാര്യം പറയാനുള്ളത്, കൊറിയറും ഡെലിവറി ഒന്നുമില്ല. ഇവിടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജില്ലകളിൽ നിന്ന് വന്ന് കൊണ്ടുപോകുന്നുണ്ട്. അവർക്കേ കൊടുക്കുന്നുള്ളൂ. വരുന്നവർക്കുള്ള ഇതേ ഉള്ളൂ, കൊറിയർ ഒന്നുമില്ല. പിന്നെ ഈ കൈതയുടെ ഇത് കൊറിയർ അയക്കുന്നുണ്ട്. 5-10 പീസ് ഉണ്ടെങ്കിൽ മാത്രം കൊറിയർ അയക്കും. കൈതൻ്റെ തൈ, കൈതച്ചക്കയുടെ തൈ. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടും മാത്രം കൊറിയർ അയക്കുന്നുണ്ട്. അത് 10-15 പീസ് ഉണ്ടെങ്കിൽ മാത്രം അയക്കുന്നുണ്ട്. മറ്റുള്ള ഒരു ഫ്രൂട്ട്സുകളും കൊറിയർ അയക്കണില്ല. അയക്കാത്തതിൻ്റെ കാരണം, കൊറിയർ അയച്ചാൽ അതെല്ലാം കേടായി പോകും. അതുകൊണ്ടാണ് കൊറിയർ അയക്കാത്തത്. നമ്മളെ വീട്ടിൽ കായ്ച്ച റംബുട്ടാൻ ആദ്യമായിട്ട് വിളവെടുക്കുകയാണ്. ഒരു മരം ഉണ്ടായിരുന്നു, ഇവിടെ പൊട്ടി വീണ്. അപ്പോൾ രണ്ടാമത്തേത് നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ വിളവെടുക്കുകയാണ്. റംബുട്ടാനിൽ ഏറ്റവും നല്ല വെറൈറ്റി എന്നറിയപ്പെടുന്നത് N18, റോങ്റിയൻ, ബിഞ്ചായി, മൽവാന, അതേമാതിരി പിന്നെ സ്കൂൾ ബോയ്, ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റികളാണ് ഞങ്ങളിവിടെ നട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് ഞങ്ങളെ അനുഭവങ്ങൾ കൊണ്ട് പറയുകയാണ്. ഇനി മറ്റുള്ളവർക്ക് ഏതാ തോന്നിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും ടോപ്പ്, മറ്റുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ മറ്റുള്ള വെറൈറ്റികളൊക്കെ സീസറും എല്ലാ കിങ്ങും ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ അതിനെക്കാട്ടൊക്കെ നല്ല ഫ്ലഷും വലിയ കായയും കുരു പെട്ടെന്ന് വേറിട്ട് പോരുന്നതായ വെറൈറ്റികളാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 4-5 വെറൈറ്റികൾ. അതെല്ലാം ഞങ്ങളിവിടെ നട്ടിട്ടുണ്ട്, കായ്ച്ചിട്ടുണ്ട്. നമുക്ക് കാണിക്കാം. ഓക്കെ, നമുക്ക് ഇന്നതിൻ്റെ വിളവെടുപ്പ് നോക്കാം. ഇത് ഈ പ്രാവശ്യം നമുക്ക് എങ്ങനെ കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നോ? കൊഴിച്ചിൽ ചെറുതായിട്ടുള്ളായിരുന്നു. എന്താ ഈ കൊഴിയണേൻ്റെ പ്രധാനപ്പെട്ട കാരണം? അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞത്, അത് ഒരു വെറൈറ്റി മാത്രം നടരുത്. ഒരു 3-4 വെറൈറ്റി നട്ട് കഴിഞ്ഞാൽ കൊഴിച്ചിൽ കുറയും. അങ്ങനെ ഉണ്ടല്ലേ? ഒന്നും കൂടി മേലെ കയറണം അല്ലേ? ഇതിപ്പോൾ N80 പറഞ്ഞ വെറൈറ്റി അല്ലേ? ഇത് N18. എന്താ അങ്ങോട്ട് എത്തൂല്ല. നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇറങ്ങാം. ഓക്കെ, ബാക്കിയൊക്കെ ആവണുള്ളൂ. ബാക്കിയൊക്കെ ആവണുള്ളൂ. എനിക്ക് തോന്നുന്നു കൊമ്പും പൊട്ടിയല്ലേ? കൊമ്പും പൊട്ടി, ഒരുപാട് നഷ്ടം അതിലുണ്ടായി. എന്താ അപ്പോൾ ഇതാണ് നമ്മളെ താരം. കാരണം ഇതിൻ്റെ താരം എന്ന് പറയാൻ കാരണം, ഇത് അത്രയും ടേസ്റ്റാണ്, വലിയ ഫ്ലഷാണ്. നമുക്ക് ഇതിൽ നിന്നൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകത, ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ തേൻ വരും. തേനൊലിക്കുന്ന N80 അല്ലേ? തേനൊലിക്കുന്ന N80. അതായത് വലിയ കായായിരിക്കും, ഇതിനുള്ളിൽ വലിയ ഫ്ലഷായിരിക്കും, നല്ല കഴമ്പുള്ള ചെറിയ കുരുവായിരിക്കും. അതിൻ്റെ പ്രത്യേകത അതാണ്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ N80 വെറൈറ്റി ഇത് കേട്ടോ. ജസ്റ്റ് എന്താക്കാം, അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഫ്ലഷിൻ്റെ വലിപ്പം നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലഷും കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് എടുത്ത് വന്നെടുത്തോക്കാം. ഇതുണ്ടോ, ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. സീഡിന്ന് ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് നമുക്ക് ഈ ഫ്ലഷ് ഒക്കെ കിട്ടുന്നത്. ഇതൊരു കൈയിൻ്റെ ഉള്ളനടിക്ക് ഉണ്ട് ഒരു കായ്. ഇതാ നല്ല വലിയ കായ്. ഈ മരത്തിൻ്റെ തൈൻ്റെ തൈ ആവശ്യമുള്ളവർ, ഈ കായൻ്റെ തൈ ആവശ്യമുള്ളവർ വിളിക്കുക. നമ്പർ സ്ക്രീനിലുണ്ടാവും. നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ തൈകളുണ്ട്. 100% ഗ്യാരണ്ടിയോടുകൂടെ തരും.
അതാണ് നമ്മളെ പ്രത്യേകത. 100% ഗ്യാരണ്ടിയോടുകൂടെ തരും. 1.5 വർഷത്തിന് ശേഷം കായ്ക്കണതുണ്ട്, 1 വർഷത്തിന് ശേഷം കായ്ക്കണതുണ്ട്, കായ്ച്ച തൈകളും ഉണ്ട്. വിളിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെലിവറി കൊറിയർ ഒന്നുമില്ല. ഇവിടെ വന്നിട്ട് കൊണ്ടുപോവുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജില്ലകളിൽ നിന്ന് വന്ന് കൊണ്ടുപോവുകയാണ്. വരുന്നവർക്ക് നല്ല തൈകൾ കൊടുക്കുന്നുണ്ട്. അവർ കൊണ്ടുപോയി നട്ട് എല്ലാവരും കായ്ക്കുന്നുണ്ട്. നല്ല റിവ്യൂ ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. 10 വർഷമായിട്ട് ഞങ്ങളിത് ചെയ്യുന്നുണ്ട്. ഈ 10 വർഷമായിട്ടുള്ള ഞങ്ങളെ കസ്റ്റമറാണ് ഇപ്പോഴും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 5000-5000-ലേറെ കസ്റ്റമർ, നല്ല കസ്റ്റമർ ഇവിടെ വന്നിട്ട് തൈകൾ ഇരിക്കുന്നുണ്ട്. അവരാണ് ഇവിടെ വീണ്ടും വരുന്നതും. റെഡ് ബേറാപ്പിൾ ഇങ്ങോട്ട് നോക്കാം, ഇളന്തപ്പഴം എന്ന് പറയും. ഇങ്ങോട്ട് നോക്കാം, അതിമ്മ കായ് നിറച്ചുണ്ടായി വരുന്നത്. അതിന് റെഡ് കളറാവും. അപ്പോൾ യെല്ലോ കളറായിക്കണം, അതിന് റെഡ് കളറാവും. അതിൻ്റെ ഒരു മധുരം ഭയങ്കര മധുരമാണ് ഈ കാരണം ഈ റെഡിൻ്റെത്. മറ്റേത് സാധാരണ നമ്മുടെ റെഡിനെക്കാട്ടും കുറച്ചും കൂടി എല്ലാവരും പറയുന്നത് ഗ്രീനിനെ കുറിച്ചാണ്. ഗ്രീന് വലിയ കായാവും, പക്ഷെ മധുരം ഒരു പൊടിക്ക് കൂടുതൽ റെഡാണ്. റെഡ് തന്നെയാണല്ലേ? ആ, ഗ്രീന് വലിയ കായാണ്. കായന്റെ എണ്ണത്തിന് മോശമൊന്നുമില്ലല്ലേ? പക്ഷെ ഒന്നിനൊന്ന് മെച്ചം. അതായത് ഗ്രീൻ ആവുമ്പോൾ ഒരു ആപ്പിളിന്റെ വലിപ്പമുണ്ട്, റെഡ് ആവുമ്പോൾ അത്ര വലിപ്പമില്ല എന്നുള്ളൂ. ഇതിനൊക്കെ അപ്പൊ നമ്മളെ ചാമ്പ ഇത്തവണ ഉണ്ടല്ലേ? നമ്മളെ ചാമ്പൊക്കെ സ്ഥിരം എന്ന് ഇവിടെ ഉള്ളതാണല്ലോ. അപ്പൊ നീ വരുമ്പോ തന്നെ എനിക്കറിയാമല്ലോ, എല്ലാ സമയത്തും എല്ലാ വീഡിയോയിലും നമുക്ക് കാണിക്കുന്നത്. എല്ലാ വീഡിയോയും കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ചാമ്പക്ക, ജബോട്ടിക്കാവ, പേരക്ക, പിന്നെ ബേറാപ്പിള്, സപ്പോട്ട, പിന്നെ ബ്രസീലിയൻ മൾബറി, ഇതൊക്കെ കായ്ച്ചു നിൽക്കുന്നൊക്കെ ഉണ്ട്. മൾബറി ഇവിടെ ഉണ്ട്. മൾബറി ഇവിടെ എല്ലാം കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാ സമയത്തും നമ്മുടെ വീട്ടിൽ 22ഓളം വെറൈറ്റി ഫ്രൂട്ട് ഇവിടെ കായ്ച്ചു നിൽക്കുന്ന എല്ലാ സമയമുണ്ട്. ഇതിലൊക്കെ ഇതിൻ്റെ പ്രത്യേകത നോക്ക്. ഇപ്പോൾ ഇതിലെ മൊട്ടായി വരുന്നതാ. ഇത് മൊട്ട് വരണേ, ഇത് കായായത്, അതിലും വലിയ കായ്, അതിലും മൂത്ത കായ് താഴെ ഉള്ളത്. ഇനി ഇതെല്ലാ സമയത്തും നമ്മളൊരിതാണിത്, ട്രേഡ് മാർക്കാണ് നമ്മളെ ചാമ്പ. ഇത് വേറെ ചാമ്പക്ക. ഇതിന്റെ പേര് തായ് കിങ് കോങ് എന്നാണ്. ഇതിന്റെ കളർ ഇത് കണ്ടില്ലേ, നല്ല ഗ്ലേസിങ് നല്ല കടും റെഡായി മാറും ചെയ്യും. നല്ല ഭംഗിയുള്ളതാണിത്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ ബീറ്റ്റൂട്ടിന്റെ കളറാണ് റെഡ് വരുന്നത്. ആ റെഡ്, അതായത് പിങ്ക് ബീറ്റ്റൂട്ട് ഇല്ലേ, ബീറ്റ്റൂട്ടിന്റെ കളറാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. ഇതിപ്പോൾ ഇന്ന് പിന്നെ ഞങ്ങൾ പൊട്ടിച്ച് നോക്കി. ചെത്തിക്കഴിഞ്ഞാൽ ഉള്ളിൽ ബീറ്റ്റൂട്ട് കളർ അത്ര ഉള്ളിലേക്ക് റെഡ് കയറി വരുന്നുണ്ട്. നല്ല മധുരം. അതേമാതിരി ഇവിടെ ഒക്കെ നല്ല ക്വാണ്ടിറ്റിയും കിട്ടും. കിട്ടുക. ഇത് കണ്ടില്ല നിൽക്കണ്, കൊലകൊലായിട്ട് കായ്ക്കും ചെയ്യും. നല്ല റെഡിൽ കായ്ച്ച് നിൽക്കും ചെയ്യും. ഇതിന്റെ പ്രത്യേകത ആണ്ട് നോക്ക്. അവിടെ പൂവ്, അവിടെ ഒക്കെ പൂവിട്ട് വരുന്നത്. എന്താ പൂവിട്ട് വരുന്നത്? ഇതാ ഇവിടെ ഒക്കെ പൂവിട്ട് വരുന്നത്. ഇതാ നോക്ക്, അതാ പൂവിട്ട് വരുന്നത്. എല്ലാ സമയത്തും കായ്ക്കും. അവിടെ ഒക്കെ അതാ പൂവ്. ഇതാ ചെറിയ കായ് ഇതുണ്ടാകും. എല്ലാ സമയത്തും ഇതിങ്ങനെ കായ്ച്ചു കൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളെ അടുത്തുള്ള ഒട്ടുമിക്ക ചാമ്പകളും ഏകദേശമൊക്കെ എല്ലാ സമയത്തും കായ്ക്കുന്നതാണ്. അതിനിപ്പോൾ ഉദാഹരണം വേറെ ചാമ്പക്കയാണ്, ഇത് ഗ്രീൻ ചാമ്പക്ക. ഇതിന്മേലും ഇതാ കായ ഉണ്ടായി വരുന്നത്, ചെറുതായി. മേലെ അതാ വലിയ കായ്, വലിയ കായ അതാ ഗ്രീൻ ചാമ്പക്ക. കണ്ടാ, ഇതാണ് ഇപ്പം നമ്മളെ റംബുട്ടാന് കിങ് എന്ന് പറഞ്ഞ വെറൈറ്റി. എന്താ ഈ N18 വ്യത്യാസം വരുന്നത്? ഇത് അത്ര വലിപ്പമില്ല. അതായത് N18 അത്ര സൈസ് വരില്ല. അത്ര സൈസ് ഇല്ല. കിങ് ഞങ്ങൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കണില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അത് അത്ര വലിപ്പം ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇത് കണ്ടില്ല, ഇപ്പം ഞാൻ വലിപ്പം കണ്ടില്ലേ. പക്ഷെ നല്ല മധുരം ഉണ്ട് കേട്ടോ. നല്ല മധുരം ഉണ്ട്. ഞാൻ പിടിക്കോ? ഇല്ല, ഞാൻ പൊട്ടിച്ചു തരാൻ എനിക്ക് വേണമെങ്കിൽ. മധുരം നല്ല മധുരം തന്നെ ഉണ്ട്. ഇതിൽ നല്ല പഴുത്തിട്ടില്ല കേട്ടോ, ഒരു ചെറിയ പഴുപ്പേ ആയിട്ടുള്ളൂ. ഇതാണ് സാധനം. ഇതാണ് റംബുട്ടാൻ കിങ്. കണ്ടില്ലേ, നാരും മറ്റേ ഒരു വ്യത്യാസം ഉണ്ടല്ലോ ഇതിൻ്റെ. വ്യത്യാസമുണ്ട്. ഏറ്റവും വലിയ റംബുട്ടാനാണ് ഇത് N18 എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കിങ് അമ്മിന്ന് പൊട്ടിച്ചെടുത്താണ്. ഇത് കിങ് എന്ന് പറഞ്ഞ വെറൈറ്റി. ഇതും കൂടി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കണ്ടോ, കിങ് പേരേ കിങ് എന്നുള്ളൂ, പക്ഷേ വലിപ്പം കൊണ്ട് കിങ് അല്ല. അതാണ് പേര് കിങ് എന്നാണ്, പക്ഷേ വലിപ്പം കൊണ്ടും ടേസ്റ്റ് കൊണ്ടും നല്ല ഫ്ലഷ് കൊണ്ടും നല്ലത് N18 ആണ്. റോങ്റിയന്, ബിഞ്ചായി, മൽവാന, ഇതൊക്കെയാണ് കിങ്. അതേമാതിരി സീസറൊന്നും ഞങ്ങളത്ര വലിപ്പം കണ്ടിട്ടില്ല, പക്ഷേ 1, 2, 4 കായൊക്കെ ഉണ്ടാവുന്നില്ല. കൂടുതൽ കായ ഉണ്ടാവില്ല സീസർമൽ. ഞങ്ങൾക്ക് നന്നായി തോന്നിയിരിക്കുന്നത് ഈ N18-നും റോങ്റിയനും ബിഞ്ചായും മൽവാനി, സ്കൂൾ ബോയും ഒക്കെ. അപ്പോൾ നമ്മളെ കിങ് അല്ലേ? മധുരണ്ട്, അത്ര മോശം എന്ന് പറയാനൊന്നുമില്ല. അല്ല, കായ് ചെറുപ്പാണ്, കായ് ഫ്ലഷ് ഉള്ളൂ. മധുരണ്ട്. നമ്മള് കുരുമ മറ്റേന്റെ കാട്ടിയും കുറച്ചും കൂടി ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ഒട്ടിപ്പിടിക്കുന്നുണ്ട്.
NIT പറഞ്ഞാൽ അങ്ങനെ കഷ്ണമായിട്ട് എടുത്ത് വേറെ തൊലിച്ചെടുക്കാം പോന്നിരുന്നു. ഇത് അങ്ങനെ കിട്ടുന്നില്ല. ഇനി ആയിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ ആ ഒരു നല്ല പഴുത്തിട്ടില്ല. അതാണ്. ഈ സ്കൂൾ ബോയ് എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് ഇവിടെ കാഴ്ചിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ സ്കൂൾ ബോയ് എന്ന് പറഞ്ഞ വെറൈറ്റി അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ NITന്റെ അത്ര ഫ്ലഷ് പോരാട്ടോ. അത്ര NIT തന്നെയാണല്ലോ ടോപ്പ് പറഞ്ഞത്. NITന് ബിഞ്ചായി, മൽവാന, റോങ്റിയന് ഒരു വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ്. അതാണ് ഈ 4 വെറൈറ്റി. അത് സ്കൂൾ ബോയ് ആണ് ഇപ്പോൾ ഇത്. നല്ലൊരു സ്മെല്ല്, നല്ലൊരു മണമുള്ള ഒരു മാങ്ങയാണിത്. ഒരു ബേക്കറിൻ്റെ സ്മെല്ലാണ് ഇതിന് വരുന്നത്. അപ്പോൾ നല്ലതായിരിക്കും, ഏറ്റവും നല്ല മാങ്ങയാണെന്ന് ഞാൻ കരുതുന്നത്. പേര് ഞങ്ങൾക്കറിയില്ല. പിന്നെ ഇത് ഇവിടെ ഞങ്ങൾ ഡെലിവറിയും കൊറിയർ ഒന്നുമില്ല. ഇവിടെ വന്നാലേ തൈകൾ കിട്ടുള്ളൂ. ഡെലിവറിയും കൊറിയറും ഒരു പഴത്തിൻ്റെ തൈകളും ഞങ്ങൾ ഡെലിവറിയും കൊറിയറും അയക്കുന്നില്ല. ഇവിടെ ഒരു 400ഓളം വെറൈറ്റി ഫ്രൂട്ട്സ് നമ്മുടെ അടുത്തുണ്ട്. അതിൻ്റെ തൈകളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള തൈകൾ ഇവിടെ വന്നാൽ എല്ലാവർക്കും കിട്ടും. ഇവിടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജില്ലകളിൽ നിന്ന് വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ആ പറഞ്ഞ മാങ്ങയാണ് ഇപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് കഴിച്ചിട്ട് നോക്കട്ടെ. മാഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല മധുരം. ഈ വെള്ളമുള്ള സമയത്ത്, മഴ പെയ്യുന്ന സമയത്തും ഇങ്ങനെ മധുരമുണ്ട്. മാത്രമല്ല അതിൽ ആരുമില്ല. ഇതൊരു നല്ലൊരു മണമുണ്ട്, നല്ലൊരു സ്മെല്ല്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആർക്കും ധൈര്യത്തിൽ നമുക്ക് വെക്കാൻ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മാങ്ങ ഉണ്ടെങ്കിൽ 2 വീട്ടുകാർക്ക് കഴിക്കും ചെയ്യാം. അതാണ് അമ്മാതിരി സൈസാണ്. 1.5 കിലോന്റെ മുകളിൽ ഇത് തൂക്കമുണ്ട്. പേരയിൽ ഏറ്റവും നല്ല പേര ഞങ്ങൾ പറയൽ തായ് പിങ്ക് പേര, റെഡ് ഡയമണ്ട് പേര. അതിന് പറയാൻ കാരണം കൂടിയുണ്ട്. ഇത് നല്ലപോലെ കായ് പിടിക്കുകയും ചെയ്യും. പിന്നെ എല്ലാ സമയത്തും വർഷം മുഴുവനും കായ്ക്കും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. എല്ലാ കൊമ്പിലും പേരുണ്ടാവും. ഇതാ ഇവിടെക്കതാ എല്ലാ കൊമ്പിലും പേരുണ്ടാവും. പേര നിറച്ച് ഇത് 1/2 കിലോ വരെ തൂക്കം വരും. പിന്നെ ചെറുതുണ്ടായി വരുന്ന വലിയ ചെറിയ ചട്ടിയിൽ നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യും. അല്ലാതെ ചെറിയൊരു ചട്ടിയിൽ വളർത്തും ചെയ്യാം. അടിയിൽ വരെ പേരൊക്കെയാണ്. ഇതാ ഒരു ചെറിയ ചട്ടിയിൽ വളർത്തും ചെയ്യാം.